പാലക്കാട് കെഎസ്ആർടിസി ബസ് മോഷ്ടിച്ചു. ഇന്ന് പുലർച്ചെ 5 മണിയോടെ ഡിപ്പോയിൽ നിന്നുമാണ് ബസ് മോഷ്ടിച്ചത്. പാലക്കാട് നഗരത്തിലെ മംഗളം ടവറിന് സമീപത്തു നിന്നും ബസ് കണ്ടെത്തി. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് കൂടി ചേരുകയാണ്. സന്തോഷ്, എപ്പോഴായിരുന്നു ഈ മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സിന്ദൂരി, ഇന്നലെ രാത്രി 2:54 കൂടിയാണ് ഈ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് മോഷണം പോയിരിക്കുന്നത്. അതായത് അവിടെ ഇന്നലെ രാത്രിയോടുകൂടി ബസ് ഒതുക്കിയിട്ടു. അതിനുശേഷം ഈ സമയത്ത് ബസ് ആരോ എടുത്തുകൊണ്ട് പോകുന്നത് ഡിപ്പയിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ ശ്രദ്ധിച്ചു. ഈ ബസ്സാകട്ടെ പാലക്കാട് വടക്കഞ്ചേരി ആലത്തൂർ റൂട്ടിൽ ഓടുന്ന ബസ്സാണ്. അതിന് തുടർന്ന് ജീവനക്കാർ ഈ ബസ് പോകുന്നത് കണ്ട് തുടർന്ന് പോലീസിനെ അറിയിച്ചു. അതിനുശേഷം പോലീസും സംഭവ സ്ഥലത്ത് പരിശോധനകളൊക്കെ നടത്തി. തുടർന്ന് ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് KSRTC ബസ് സ്റ്റാൻഡിന് 1.5 കിലോമീറ്റർ പോലും കഷ്ടിച്ച് വരില്ല. അതിനപ്പുറത്തെ മംഗളം ടവറിന് സമീപമുള്ള റോഡിലാണ് ബസ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് പോലീസ് പിന്തുടർന്നുകൊണ്ടാണെന്നും പറയുന്നു. പക്ഷേ എന്തായാലും പോലീസ് പിന്തുടർന്നുകൊണ്ടാണോ എന്നറിയില്ല. ഇതെടുത്തുകൊണ്ട് വന്ന അക്രമിയാകട്ടെ ബസ് ഓടിച്ച് വരുന്നതിനിടയിൽ കടയിലും ആ ഭാഗത്തുള്ള റോഡുകളിലും ഒക്കെ ഒരു വശത്ത് ഇടിച്ച് തകർന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. ഒരു സൈഡ് മുഴുവൻ തകർന്നു പോയിരിക്കുന്നത്. അത് ഈ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തിൻ്റെ സൈഡാണ് അങ്ങനെ തകർന്നു പോയിരിക്കുന്നത്. അതിനുശേഷം ഈ ബസ് ഈ ഭാഗത്ത്, ഈ റോഡെന്ന് പറയുന്നത് അധികം അങ്ങനെ ഉപയോഗിക്കുന്ന റോഡല്ല. വേണമെങ്കിൽ നമുക്ക് കാണാവുന്നത് ഈ സ്വകാര്യ ബസ്സുകളൊക്കെ ഇതിനടുത്തുള്ള ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ പാർക്ക് ചെയ്യുന്നൊരു സ്ഥലത്തിനടുത്ത് ഈ ബസ് പാർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ മറ്റൊരു സ്വകാര്യ ബസ് കൂടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നിലാണ് KSRTC ബസ് കൊണ്ട് പാർക്ക് ചെയ്തത്. പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ ഭാഗം എന്ന് പറയുന്നത് CCTVകളൊക്കെ ഒത്തിരി ഉള്ളതാണ്. ഈ ബസ് നിർത്തിയിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ പോലും CCTV ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ CCTV രാത്രി ഇമേജ് ഉള്ള ഒരു CCTV അല്ല. അതുകൊണ്ട് തന്നെ അക്രമി വണ്ടി ഇങ്ങനെ നിർത്തിയതിന് ശേഷം ആ ഡ്രൈവർ സൈഡിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോകുമ്പോൾ അത് ദൃശ്യങ്ങൾ അത്ര വ്യക്തമായി അയാളുടെ മുഖം കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ ബസ് ടൗണിൽ മുഴുവൻ കറങ്ങിയ ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പൂർണ്ണമായും ശേഖരിച്ചിട്ടുണ്ട്, പരിശോധിച്ച് വരികയാണ്. പാലക്കാട് സൗത്ത് പോലീസാണ് ഇത് പരിശോധിക്കുന്നത്. ഇതുവരെ എന്തായാലും ഇതാരാണ് മോഷ്ടിച്ചുകൊണ്ട് പോയത്, ആരാണ് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഇവിടെ കൊണ്ടിട്ടതെന്ന് കണ്ടെത്തിയിട്ടില്ല. സിന്ധു, ശരി, വ്യക്തമാണ് സന്തോഷ്.